എല്ലാവരും നോക്കണേ. കണ്ട് സംസാരിക്കുമ്പോഴാണ് ആ ഒരു സംസാരിക്കുന്ന ആളിനും അത് കേട്ടിരിക്കുന്ന നമുക്കൊക്കെ അതുകൊണ്ട് ഗുണവും. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലാരിറ്റി കുറവുണ്ടോ? ഹലോ, കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പിൻജോബിന്റെ ഈ ഒരു ഫ്രീ വെബിനാർ സീരീസിലോട്ട് ഇതിലോട്ട് എന്നെ ക്ഷണിച്ച എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരം തന്ന ടീമിന് മനസ്സ് നിറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പ്രവേശിക്കാം അല്ലേ? എന്താ എല്ലാരും ഉറങ്ങാണോ? രാവിലെ മുതലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ കിടന്നിട്ടാണോ ക്ലാസ് കേൾക്കുന്നത്? നമുക്കിന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അതിന്റെ ഒരു സയന്റിഫിക് വശത്തോട്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കേൾക്കുന്നവർക്കും പറയുന്ന എനിക്കും എല്ലാവർക്കും അത് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലോട്ട് കിടക്കാണ് കേട്ടോ. നമ്മളെ കൂട്ടത്തില് ഇതുവരെ മെഡിസിൻസ് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഒരസുഖത്തിനും മെഡിസിൻസ് ഒന്നും എടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിലവിൽ മരുന്നുകളൊന്നും കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ കഴിക്കുന്നില്ല. ഓക്കെ. അസുഖം ഒന്നും ഇല്ല എന്നാണോ, അതോ നമ്മള് വേറെ എന്തെങ്കിലും സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ മെഡിസിൻ കഴിക്കാത്തത്? പൊതുവെ ഇംഗ്ലീഷ് മെഡിസിനോട് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ വലിയ വലിയ അസുഖങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നമ്മള് ഫുഡ് നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അവിടെയാണ് ഓക്കെ. അതെ, ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ് നമ്മളെ ജാസ്മിൻ മാം പറഞ്ഞത്. അപ്പൊ ബാക്കി അൺമ്യൂട്ട് ചെയ്യാത്തവരൊക്കെ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും ഒക്കെ വരുള്ളൂ അല്ലേ? എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയുമോ? ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ചെറിയൊരു പല്ലുവേദന, അതൊന്നും വേണ്ട, കൈയിന്റെ അറ്റത്തൊരു ചെറിയ മുറിവ്, അത് പിന്നെ നമ്മളെ കൺട്രോളിലല്ല, ഒരു ഉദാഹരണം പറഞ്ഞത്. അല്ലെങ്കിൽ ചെറിയൊരു വേദന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്നും നമ്മളെ ചുറ്റുമുള്ളതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യമുള്ള ഒരു മനസ്സും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫും, നമ്മളെ ലൈഫ് കൊണ്ട് എന്ത് പർപ്പസ് ആണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് ബേസിക് ആയിട്ട് മെഡിസിൻസ് അല്ല നമ്മൾ ആരോഗ്യം നിലനിർത്തുന്നത്. അത് തെറ്റായ അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യണമെങ്കിലും ആ ഒരു സമയത്ത് പോലും നമുക്ക് നല്ലൊരു ഭക്ഷണശീലം ആവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളൊരു ഇൻപുട്ട് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലനം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മോസ്റ്റ്ലി പെട്രോൾ കുറച്ച് കോസ്റ്റ്ലി ആണ് അല്ലെ? വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, രണ്ടിനും കൂടുന്നുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി പെട്രോളിനാണ് വില കൂടുതൽ. അപ്പോൾ നമ്മൾ പെട്രോളിന് ഓടുന്ന ഒരു വണ്ടിക്ക് ഡീസൽ അടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? കുറച്ച് വില കുറവല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്താണ് അവിടെ സംഭവിക്കുക? പിന്നെ എങ്ങനെയാണ് വണ്ടി നമുക്ക് തിരിച്ച് ഫങ്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുക? കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അതിന് വേണ്ട നടപടികൾ എടുത്താൽ മാത്രമല്ലേ പിന്നെ നമുക്ക് പെട്രോൾ ഉപയോഗിച്ചും ആ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കൊടുക്കേണ്ട ഫ്യൂവല് നമ്മൾ മാറിക്കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ ഫങ്ഷനിങ്ങേ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരമാകുന്ന ആത്മാവിന്റെ വാഹനവും. അതിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, അതിന് നമുക്ക് കൊടുക്കുന്ന ഫുഡ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധമായി പോയാൽ പിന്നെ എന്താവും? നമ്മൾ ഈ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് ശരീരത്തും അസുഖം വരും. ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും. വിലപ്പെട്ട സമയം നമ്മൾ ആശുപത്രി വരാന്തകളിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മെഡിക്കൽ ബില്ലുകളായിട്ടൊക്കെ അടക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താ? നമ്മൾ ഡെയിലി എന്താണോ അകത്തോട്ട് കൊടുക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് സെലക്റ്റീവ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമ്മൾ ആണല്ലോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളാണല്ലോ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% അസുഖങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വിധിയായിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളുണ്ടാവും. അതിപ്പോ എത്ര ശ്രദ്ധിക്കുന്ന ആളുകളായെങ്കിലും നമ്മൾ പറയും അയാൾ ഒത്തിരി ശ്രദ്ധിച്ചിരുന്ന ആളാ പക്ഷെ ഇങ്ങനെ വന്നു, അത് ടോപ്പിക് വേറെ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആസ്മ, അലർജി ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളെ ടീമിൽ? ഇപ്പൊ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
അതുപോലത്തെ അലർജിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഫക്കെട്ട്, ഗ്യാസ് ട്രബിൾ, എന്ത് കഴിച്ചാലും ഗ്യാസ് വരിക, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയേ, ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ്. ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട് എനിക്കുണ്ട് നന്നായിട്ട്. ഓക്കെ. മെയിൻ ആയിട്ട് ഗ്യാസ് ട്രബിൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത അലർജി, ആസ്മ ഒക്കെ വരുന്ന ആൾക്കാർ സിമ്പിൾ ഒരു ടിപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മേ ബി അതുകൊണ്ട് മാത്രമെന്നല്ല, പക്ഷെ അതുകൊണ്ട് വളരെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ രാത്രി സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഭക്ഷണം ഒഴിവാക്കുക. അത് മഗ്രിബിന്റെ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പ് കഴിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ചേഞ്ച്, നമ്മുടെ ജീവിത രീതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഡിസീസസ് നമുക്ക് പിന്നീട് അതില്ലാത്തതായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് മതി. അല്ലാതെ കുറെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട ഗുളികകളൊക്കെ കഴിച്ചാൽ നമുക്ക് താൽക്കാലിക ഒരു ആശ്വാസം മാത്രമേ അതുകൊണ്ട് കിട്ടുള്ളൂ. ആശ്വാസം കിട്ടൂല എന്നല്ല പറയുന്നത്, പക്ഷെ വീണ്ടും അത് വരും. ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ നമ്മൾ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങൾ മാറൂല. അപ്പം മെഡിസിൻ കഴിക്കുമ്പോഴും കൂടിയിട്ട് അതിന്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ വരുന്ന ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഒരു കനാഡിയൻ നെഫ്രോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജെയ്സൺ ഫങ്ക് എന്നാണ്. അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. അതിലൊരു ബുക്സ് ആണ് ക്യാൻസർ ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അതില് പറയുന്നത് എന്താ വെച്ചാല് നമ്മളെ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങൾക്കും ബേസിക് ആയിട്ട് വരുന്ന കോസ് എക്സസ് ഓഫ് ഷുഗർ കൺസംഷൻ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയുടെ അമിത അളവ്. പഞ്ചസാര എന്ന് പറയുമ്പം അത് പഞ്ചസാര രൂപത്തിൽ, അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റോ ആ ഒരു രീതിയിലുള്ള ഭക്ഷണശീലമാണ് മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സിന്റെ ബിഹൈൻഡുള്ള റീസൺ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. എക്സസ് ആവുമ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകും. അങ്ങനെ പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും. അങ്ങനെ നമ്മൾ നിത്യ രോഗികളായി മാറും. സിമ്പിൾ ആയിട്ട് ഷുഗർ ക്വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷുഗർ ഒഴിവാക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കൂട്ടം അനിമൽസിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ അതിൽ ഒരു കൂട്ടം അനിമൽസിന് കൊടുത്തു ഷുഗർ കൊടുത്തു, വേറൊരു കൂട്ടം അനിമൽസിന് രണ്ട് രീതിയിലുള്ള ആൽക്കഹോളിക് അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്തു. ഒന്ന് ഹെറോയിനും ഒന്ന് കൊക്കൈനും അങ്ങനെ കൊടുത്തു. 3 കൂട്ടം ജീവികളിൽ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തുകയാണ്. ആ സമയത്ത് ഷുഗർ, അതായത് നമ്മളൊരു സാധനം നിർത്തുമ്പോൾ നമുക്ക് വിത്ഡ്രോവൽ സിംറ്റം വരും. അഡിക്ഷൻ ഉള്ള സാധനങ്ങൾ നിർത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വിത്ഡ്രോവൽ സിംറ്റംസ് വരും. അതിൽ ഷുഗർ കൊടുത്തിരുന്ന കൂട്ടം ജീവികൾക്ക് അത് നിർത്തിയപ്പോഴാണ് മറ്റേ 2 മയക്കുമരുന്ന് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിച്ചത്. അപ്പൊ ഇതിന് ഇത്രയധികം അഡിക്റ്റീവ് ഒരു ടെൻഡൻസി ഉണ്ട് ഷുഗറിന്. നമ്മൾ മക്കൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കറിയൊന്നും പറ്റാത്ത മക്കളുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്പൂൺ പഞ്ചസാര എടുത്തു കൊടുക്കും, അത് കൂട്ടി ദോശ അയച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയ ഉപദ്രവമാണ്. ചെറുപ്പത്തിലെ ഈ ശീലമുള്ള മക്കളാണെങ്കിൽ ഒന്നെങ്കിൽ അത് തേനിലോട്ട് സ്വിച്ച് ചെയ്യുക, തേൻ കൊടുക്കുക. അതല്ലെങ്കിൽ ശർക്കരപ്പൊടി ഇത്രത്തോളം, ശർക്കര ആണെങ്കിലും ഷുഗർ ആണ്, എന്നാലും നമ്മളെ വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗറിന്റെ അത്രത്തോളം പ്രയാസം മറ്റുള്ള ഷുഗർ സോഴ്സസ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ശീലം മാറ്റിയെടുത്തിട്ട് കംപ്ലീറ്റ് ഷുഗർ ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് അത്രയും നല്ലത്. അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പോളിഷ്ഡ് റൈസ്, പണ്ടൊക്കെ വീടുകളിൽ കഴിച്ചിരുന്നത് കറുത്ത നിറം അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ അരിയിൽ വരെയുള്ള അരികളായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക നമ്മൾ പണ്ടൊക്കെ. പക്ഷെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര പോപ്പുലർ ആയി വരുന്നത് ഏറ്റവും വെളുത്ത അരി ഏതാണോ അതാണ് ഏറ്റവും നമുക്ക് ഇഷ്ടം. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കഴിക്കുന്നത് നഗ്നമായിട്ടുള്ള ഒരു ധാന്യത്തിനാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് അതിലൊന്നും നമുക്ക് കിട്ടാനില്ല, അതിന് നമുക്ക് കിട്ടാൻ ഒന്നുമില്ല. ഈ തവിടുള്ള ഭക്ഷണത്തിലാണ്, ഈ തവിടിലാണ് അതിന്റെ സകല പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തവിട് അടങ്ങിയിട്ടുള്ള അരിഭക്ഷണത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കാം. അരിഭക്ഷണം തന്നെ കംപ്ലീറ്റ് കുറക്കണം എന്നാണ് നമ്മൾ പറയാ. എന്നാലും തവിടുള്ള അരിഭക്ഷണം ആക്കിയിട്ട് ഉച്ചക്ക് ഒരു നേരത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു സമയം അരിഭക്ഷണം എന്നുള്ള രീതിയിൽ അരിഭക്ഷണത്തെ കുറക്കാം. പിന്നെ നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാന്നുള്ള ഒരു ആഹാരശീലം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമുക്കറിയാം പുളിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ വീട്ടിലുള്ള ഉമ്മമാരോ ഭാര്യമാരോ അനിയത്തിമാരൊക്കെ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡ് അധികം പുളിയുള്ള ഫുഡുകളായിരിക്കും. അവരിഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട്, അവർക്ക് അതാണല്ലോ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പൊ പുളിയൊക്കെ ഒത്തിരി കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ മസിൽസ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, ലൂസായിട്ട് കിടക്കുന്നത് കാണാം.
അപ്പൊ നമ്മൾ എന്താണോ ഇഷ്ടം എന്നുള്ള രീതിയിൽ എക്സസീവ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിൽ തീർച്ചയായും കാണാൻ പറ്റും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 4 ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ശീലമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ആദ്യം പറയുന്നത് ലിവിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പൊ ലിവിങ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നത് അത് ഭക്ഷിക്കുക. അതായത് പച്ചക്കറികളാകാം, ഫ്രൂട്ട്സ് ആവാം. വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അല്ല കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്കതൊന്നും കിട്ടാനില്ല, പൂർണ്ണമായിട്ടും പ്യൂർ ആയിട്ടുള്ള കേടൊന്നുമില്ലാത്ത പച്ചക്കറികളും ഒന്നും നമുക്ക് കിട്ടാനില്ല. എന്നാലും അവൈലബിൾ ആവുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫ്രഷ് ഫോമിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിയുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോ നമുക്ക് തക്കാളി ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ പാചകം ചെയ്യാണ്ട് സാലഡൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള തക്കാളിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വോൾ ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് കഴിക്കേണ്ടത്. നമുക്കിപ്പം മില്ലറ്റ്സ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ്, ചെറുധാന്യങ്ങൾ. അതൊക്കെ നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള, റാഗി കൊണ്ടുള്ള ദോശ, റാഗി കൊണ്ടുള്ള പുട്ട്, ആ ഒരു രീതിയിലോട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആദ്യം ഒന്ന് മാറി നോക്കുക. പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഗണ്യമായിട്ട് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നമ്മൾ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് ജോയിന്റ് പെയിൻ ഉണ്ടാകും, തലവേദന ഉണ്ടാകും, ശരീരത്തിന്റെ പല ഭാഗത്ത് വേദനകൾ ഉണ്ടാകും. ഇങ്ങനെ എണ്ണി പറയാവുന്ന അത്രയും അസുഖങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് ആ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകും. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ നീക്കുപോക്കുകൾ നടത്തിയാൽ മതി, നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകും. ഈ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതും മുഴുവൻ പണികളും കഴിയാൻ കാത്തു നിന്നിട്ട് സമയം തെറ്റിയിട്ട് പിന്നെ വയറ് നിറച്ചങ്ങ് കഴിക്കും. പിന്നെ എന്താ ഉണ്ടാവുക, ഒന്നങ്ങ് കിടന്നാൽ മതി എന്നുള്ള പാമ്പ് ഇര വിഴുങ്ങിയ ഒരു അവസ്ഥ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അവർ ഈ ശീലമൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ്, നമ്മൾ വിശക്കുമ്പം ആ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് നല്ല അറിഞ്ഞിട്ട് എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അത് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഈ ചവച്ചരച്ച് കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ എന്താണ് കഴിക്കുന്നത് എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് കൊടുത്തുകൊണ്ട് കൂടി ചവച്ചരച്ച് കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണം നമുക്ക് മതി എന്നുള്ള തോന്നൽ വരുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട് ബോഡിയിൽ. ആ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് മതിയായി എന്ന് നമ്മൾക്ക് ശരീരത്തിന് മനസ്സിലാവുന്ന ഒരു സമയം, ടൈം ഗ്യാപ്പ് 20 മിനിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ 20 മിനിറ്റിന്റെ മുമ്പ് തന്നെ കഴിയാവുന്ന അത്രയും ഫുഡ് അകത്താക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ആ മതി എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതിലും എക്സസ് ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതിനുള്ള ഒരു മാർഗം, ഇതിന് മാത്രമല്ല ഒരുപാട് ആരോഗ്യപരമായ ബെനിഫിറ്റ് ഉള്ളതാണ് ചവച്ചരച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ അകത്ത് ചെന്നിട്ട് അവിടെ ഇതുപോലെ പല്ലും ഗ്രൈൻഡർ ഒന്നും ഇല്ല. പല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൈൻഡിങ് ഫംഗ്ഷനാ. അത് സ്റ്റൊമക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഗ്രൈൻഡിങ് ഒന്നുമില്ല, പിന്നെ ആസിഡ് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോ മാക്സിമം നമ്മൾ ചവച്ചിട്ട് അരക്കുകയാണെങ്കിൽ ഡൈജഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം കുറയും. ഡൈജഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി നമുക്ക് കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് വേറെയുള്ള ഫങ്ഷൻസിന് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ചവച്ചരച്ച് കഴിക്കുക, അതുപോലെ തന്നെ സാവധാനം കഴിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ മതി എന്നുള്ള സിഗ്നൽ കിട്ടും. ഒബീസിറ്റിയിലോട്ടോ അമിതാഹാരത്തിലോട്ടോ ഒന്നും പോകില്ല. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു തന്നുള്ളൂ. മൂന്നാമതായിട്ട് നമുക്ക് കഴിക്കേണ്ടത്, മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. എന്നും ഇറച്ചി കഴിക്കുക എന്നുള്ള ഒരു ശീലത്തിൽ നിന്ന് മാറിയിട്ട്, ഇറച്ചി കഴിക്കരുതെന്നല്ല, കഴിക്കാം, ഒരു മീഡിയം അളവിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ നോക്കാം ഫുഡിൽ. അപ്പൊ ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഭാഗം നമ്മളെ ചോറ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത്, മെയിൻ ഫുഡായിട്ട് കഴിക്കുന്നത് എന്താണോ അത് ഒരു 1/3 പോർഷൻ ആണെങ്കിൽ ബാക്കി 2/3 പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 4-1 ഭാഗമാക്കിയിട്ട് ഈ ചോറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കി 4-3 ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പേരികൾ ഉൾപ്പെടുത്തണം. ഈ ഒരു രീതിയിൽ ഭക്ഷണത്തിന്റെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ശീലം നമ്മൾ മാറ്റിയെടുക്കണം. അപ്പൊ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എക്സസ് വെയിറ്റ് കുറയും. ഇനി PCOD അതുപോലത്തെ ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ അതിന്റെ സിംറ്റംസ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് സംഭവിക്കും എന്നല്ല പറയണത്. ഈ ഒരു ശീലം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നാവുമ്പോൾ 1 മാസം, 2 മാസം, 3 മാസം കൊണ്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാരെ അനുഭവിക്കുന്ന മുഖക്കുരു. കൗമാരക്കാർ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് മുഖത്തുണ്ടാവുന്ന കുരു. ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ്, നമ്മുടെ ഭക്ഷണശീലം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു മെഡിസിനോ ഒരു ഓയിൻമെന്റോ ഒന്നും വേണ്ട.
ഫേസ് നല്ല ക്ലീൻ ആയി നിൽക്കും. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഡബിൾ ഹോസ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ഒരു പരസ്യമുണ്ട്, ഭക്ഷണമാണ് ഔഷധം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, എന്താ പേര് പറയുന്നത്, അത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഭക്ഷണമാണ് ഔഷധം, അതെങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ പുറത്തോട്ട് പ്രതിഫലിക്കുന്നത്. ഈ മുഖക്കുരുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം, ഉമ്മ പാചകം ചെയ്യുന്ന ഭക്ഷണം, അതും മധുരമൊന്നും ഇല്ലാത്ത ഭക്ഷണം, ഒരു മാസം ആ മധുരം ഒഴിവാക്കിയിട്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ലെമൺ പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇവർ ഈ കുരുകളും പാടുകളും ഒക്കെ ഗണ്യമായിട്ട് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഭക്ഷണ ക്രമീകരണം കൊണ്ട് തന്നെ നമുക്ക് ഈ മുഖക്കുരു കുറക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പാക്കറ്റഡ് ഫുഡ്സിനെ പറ്റിയാണ്. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്തിട്ട് അതിന്റെ പുറകിലെ ഡേറ്റ് ആരെങ്കിലും നോക്കാറുണ്ടോ? ഇത് എന്നുണ്ടാക്കിയതാണ് എന്നതിന്റെ ഡേറ്റ് തീരാൻ നോക്കിയിട്ടാണോ നമ്മൾ വാങ്ങുക? അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ നോക്കട്ടെ. ആരും ഇല്ലേ? എല്ലാരും ഉറങ്ങിയോ? ഇതൊക്കെ നോക്കലുണ്ട്. നോക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവാ? ഒരു ബിസ്ക്കറ്റ്, അതിന്റെ ഡേറ്റ് ഇപ്പൊ ഇന്നലെ മാനുഫാക്ചർ ചെയ്തൊരു സാധനം, അത് എന്ന് ചീത്താവുന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു മാസാവോ? അല്ലല്ലോ, ഒരു വർഷമെങ്കിലും ഉണ്ടാവൂലേ? 2024 ഉണ്ടാക്കിയത് 2025 വരെ കിടക്കുന്നുണ്ടാവൂലേ? എങ്ങനെയാണ് ഒരു ഭക്ഷണ സാധനം ഇത്രയും കാലം കേടുകൂടാണ്ടിരിക്കുക? ഫ്രിഡ്ജിലൊന്നും ആവൂല ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവുക കടകളില്. എങ്ങനെയാണ് ഈ ഒരു പാക്കറ്റിനുള്ളിൽ ഈ ഭക്ഷണം നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത് എന്ത് ഭക്ഷണമാണ് ഇത്രയും കാലം ഇരിക്കുക? ഈവൻ നമ്മൾ ഫ്രീസറിൽ വെച്ചാലും ചീത്താവാതെ അതിന്റെ ക്വാളിറ്റി ഫുള്ളും നിന്നുകൊണ്ട് എന്ത് ഭക്ഷണമാണ് നമുക്ക് അങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുക? അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫുഡ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിസർവ് ചെയ്ത് നമുക്ക് ഒരു വർഷമൊക്കെ വെക്കാൻ പറ്റിയ, അതായത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ വെക്കാൻ പറ്റിയ ഭക്ഷണം. അതായത് പുളിയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കലുണ്ട്, ഉപ്പ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട്. ഇതൊന്നും അല്ലാണ്ട് മൈക്ക് ഓൺ ആയതാണോ? ഓക്കെ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രിസർവേറ്റീവ്സ് ആണ് ഒരു പാക്കറ്റഡ് ഫുഡിൽ ഉണ്ടാവാന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ കടയിൽ പോകുമ്പോൾ അതിന്റെ പുറകിൽ എഴുതിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്തെല്ലാം കെമിക്കൽസ് ആയിരിക്കും, സൾഫേറ്റ്സ് ആയിട്ടും. ഒന്നും പറയണ്ട, സിമ്പിൾ ആയിട്ട് ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്താൽ കണ്ടെയ്ൻസ് അലർജൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും, ഒരു സ്റ്റാർ ഇട്ടിട്ട് അടിയിൽ. ആദ്യം വലിയ പിക്ചറൊക്കെ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടാകും എന്താ, മെയ്ഡ് ഫ്രം ഫ്രഷ് പൊട്ടാറ്റോസ്. പിന്നെ ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് താഴെ എഴുതിയിട്ടുണ്ടാകും പിന്നെ കണ്ടെയ്ൻസ് അലർജൻ ഇൻഫർമേഷൻ, എന്നിട്ട് അതുപോലെ തന്നെ കണ്ടെയ്ൻസ് സൾഫേറ്റ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ വലിയ പാക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാകും ഒരു 84 ഗ്രാം ഉള്ള ഒരു 50 രൂപന്റെ ലൈസ് പാക്കറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാകും സിംഗിൾ കൺസപ്ഷൻ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ എമൗണ്ട് എന്ന് പറയുന്നത് 20 ഗ്രാം, ലെസ് ദാൻ 20 ഗ്രാം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളിതൊന്നും കാണൂല, കുട്ടികൾക്ക് ഒരു 50 രൂപന്റെ ലൈസ് പാക്കറ്റ് അങ്ങ് വാങ്ങിക്കൊടുക്കും, അവരത് ഒറ്റ ഇരിപ്പിന് ഫുള്ള് കഴിക്കും. അങ്ങനെയല്ലേ ഉണ്ടാവാറ് സാധാരണ. ശ്രദ്ധിക്കുന്നവരുണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത് ഞാൻ. നമ്മൾ ഒരു 80% പോപ്പുലേഷൻ എന്താണോ ചെയ്യുന്നത് അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അതിൽ. അപ്പൊ ഇനി മുതൽ നമ്മൾ കടയിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ട് സാധനങ്ങൾ വാങ്ങുക. ഇപ്പൊ ഈ ഒരു വർഷം ഷെൽഫ് ലൈഫ് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് കൊടുക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക? വെറും വായിൽ ഒരു ടേസ്റ്റ് മാത്രം. ശരീരത്തിന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്ന് എനർജി കിട്ടുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ജീവൻ ഉണ്ടാവണം അല്ലേ? ശരിയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ജീവനുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാതെ? ഇപ്പൊ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് നമ്മള് ചെറുപയർ കറി ഉണ്ടാക്കും. ആ ചെറുപയർ നമ്മൾ കുഴിച്ചിട്ടാൽ നമുക്ക് അതിനൊരു ചെടി ഉണ്ടായി വരും കുക്ക് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ അതിന് ജീവനുണ്ട്, അതിന്റെ ഉള്ളിൽ ജീവന്റെ എനർജി ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണത്തിന് ജീവനുണ്ടോ? ജീവനുണ്ടോന്ന് മാത്രമല്ല, അതിനെ കൊന്നിട്ട് ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് വെക്കുക. ഒരു വർഷം 1.5 വർഷമൊക്കെ ഇത് കേടുവരാണ്ടിരിക്കുക. അപ്പൊ ഇത് കഴിക്കുന്ന നമ്മളെ ദഹന പ്രക്രിയ എങ്ങനെയായിരിക്കും ഇതിനോട് ബിഹേവ് ചെയ്യുക? എന്തായിരിക്കും നമുക്ക് കിട്ടതിന്ന്? ലോ എനർജി, ക്ഷീണം ഉണ്ടാകും, ഉറക്കം വരും, ചൊറിച്ചിലുണ്ടാകും, അലർജി ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാ നെഗറ്റീവ് ഉണ്ടാകുക അതൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാക്കറ്റഡ് ഫുഡ്സ്, ഈ പാക്കറ്റ്സ്ഡ് ഫുഡ്സിനെയും നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് മാറ്റാം. എല്ലാ പാക്കറ്റിലുള്ള ഫുഡുകളും കേടാണെന്നല്ല പറഞ്ഞു വരുന്നത്.
ഇതിനെ നമുക്ക് 2-3 കാറ്റഗറി, നമ്മൾ ഈ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഗ്രീൻ അലേർട്ട് എന്നൊക്കെ പറയൂലേ, ഗ്രീൻ അലേർട്ട് എന്ന് പറയില്ല, പക്ഷെ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് റെഡ് എന്നൊരു കാറ്റഗറി, യെല്ലോ എന്നൊരു കാറ്റഗറി, ഗ്രീൻ എന്നൊരു കാറ്റഗറി ഒക്കെ ആയിട്ട് നമുക്ക് ഈ പാക്കറ്റഡ് ഫുഡ്സിനെ നമുക്ക് ആക്കാൻ പറ്റും. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രോസസ്ഡ്, ഇനി അതിലൊന്നുമില്ല, അത് ആ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമൊന്നും കിട്ടൂല, എന്നാലും ഫുള്ള് ദോഷമാണ്. ആ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ഈ ഹൈലി പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിന് ഉണ്ടാവുക. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ടിന്നിലാക്കിയിട്ട് ഫുഡ് കൊണ്ടുവരും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്യൂണ ഫിഷ് അങ്ങനെയൊക്കെ കൊണ്ടുവരും. നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ വിചാരിക്കാം, ഓ ഭയങ്കര നല്ല സാധനമാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കുക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴിക്കും. പക്ഷെ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇതിൽ പ്രിസർവേറ്റീവ് ആണ് നമ്മൾ കഴിക്കുന്നത്. ആക്ച്വലി അതിന്റെ എനർജി അല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ പാക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ അതുപോട്ടെ, അതല്ലാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്ന ശീലമുള്ള ആരൊക്കെയുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ? ഫ്രിഡ്ജ് ഒട്ടും യൂസ് ചെയ്യാത്ത ആരൊക്കെയുണ്ട് ഇപ്പൊ? വീണ്ടും ഇറങ്ങിപ്പോയോ എല്ലാരും? ഫ്രിഡ്ജ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ യൂസ് ചെയ്യില്ല. അപ്പൊ ഫ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല, പക്ഷെ അതിന് കുറച്ച് മാനദണ്ഡങ്ങളും കുറച്ച് ക്രൈറ്റീരിയ. എന്താ ചോദിച്ചത്? ഫ്രിഡ്ജ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഇല്ല. പച്ചക്കറി ഫ്രൂട്ടും മാത്രമേ വെക്കലുള്ളൂ. വേവിക്കാത്ത മീന്, ഇറച്ചിയൊക്കെ വെക്കല്. വേവിച്ചൊരു ഭക്ഷണം വെക്കലില്ല. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സൂക്ഷിക്കാം, അതിന് തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജ് ഉള്ളത്. പക്ഷേ നമ്മൾ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ 1 കിലോ തക്കാളി വാങ്ങി, അതിനെ 3 ഭാഗിച്ചിട്ട് ഒരു പാർട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, ഒന്ന് നമ്മൾ പുറത്ത് വെച്ചു, ഒരു പാർട്ട് നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചു. ഇതിൽ ഏതായിരിക്കും ആദ്യം ചീത്താവുക? ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് വെക്കുമ്പോ ഫ്രിഡ്ജിൽ വെക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ എന്താണോ അതിന്റെ തനിമയാർന്ന ആ ഒരു ഘടന അത് മാറുകയാണ്. പിന്നെ നമ്മൾ പുറത്തോട്ട് എടുത്തു വെക്കുമ്പോൾ അത് അവിടെ ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് അത്ര. അപ്പൊ അതിന് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നീട് ചീത്താവല് നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ചതായിരിക്കും, പിന്നീടാണ് ഫ്രിഡ്ജിൽ വെച്ചത് ചീത്താവുക. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു എന്താ പറയാ, പ്രകൃതി അതിനുള്ളിലൊരു സെറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് ദിവസം വെക്കുമ്പോൾ ഇതിന് സംഭവിക്കുക എന്താ വെച്ചാൽ ഇതിന്റെ തനിമയുള്ള ആ ഒരു ജീവൻ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ജീവനില്ലാത്ത ഭക്ഷണമാണ്. അപ്പൊ ഇത് കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടുമോ? എന്താ നമുക്ക് ഉണ്ടാവുക? നമുക്ക് ക്ഷീണമാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ വെക്കുക, പിന്നെ കൺസ്യൂം ചെയ്ത് തീർക്കുക, പിന്നെ നെക്സ്റ്റ് സെഷൻ കൊണ്ടുവരിക, വെക്കുക, ആ ഒരു രീതിയിൽ യൂസ് ചെയ്യണം. പിന്നെ ഇറച്ചി മീനിന്റെ കാര്യം നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴേ, ഇറച്ചിയല്ല മീനൊക്കെ എത്രയോ ദിവസം പഴക്കമുള്ളതായിരിക്കും. ഈ മീൻകടയില് മീൻ വാങ്ങാൻ പോണവർ കുറവായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ഞാനാ പോവുക, അവിടെ ഹസ്ബൻഡ് അവരൊക്കെ പുറത്തായതുകൊണ്ട് ഞാൻ പോകും. അപ്പൊ എന്താവും, ഈ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ഞാൻ കോട്ടയത്താണുള്ളത്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു പോയിരുന്നേ. ഞാനിപ്പോ കോട്ടയത്താണുള്ളത്, മലപ്പുറമാണ് എന്റെ സ്വദേശം. അപ്പൊ കോട്ടയത്തൊക്കെ മീൻ വാങ്ങാൻ പോകുമ്പോൾ മീൻ നമുക്ക് മുറിച്ച് തരും വരെ. അപ്പൊ ഈ മീൻ മുറിക്കുന്ന ആളുടെ കൈയിന്റെ ഉള്ളനടി വെള്ളപ്പാണ്ട് വന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക, വെള്ള നിറായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു രംഗം? മീൻ വിൽക്കുന്നവരെ കൈ വെളുത്ത നിറത്തിലിരിക്കുന്ന കൈയിന്റെ ഉൾവശം, അതെന്തുകൊണ്ടായിരിക്കും? നാച്ചുറലി നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന മീന് കൈ കൊണ്ട് തൊട്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? മീനിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കേടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ ആഡ് ചെയ്യുന്ന സാധനം നിരന്തരമായി കയ്യിൽ തട്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിത് വാങ്ങിയിട്ട് കഴിക്കുകയാണ്. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവില്ല നിരന്തരം നമ്മളിത് കഴിക്കുമ്പോൾ. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ കൈയിട്ടിട്ടാണ് വെള്ള ഐസിൽ പറഞ്ഞേ. അപ്പൊ അതാണ് അങ്ങനെ കെമിക്കൽസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടായിട്ടാണ്. ഇത് സ്ഥിരമായിട്ടുള്ളൊരു ചേഞ്ച് ആണ്. നമ്മൾ ഐസിൽ നിരന്തരം കൈയിട്ടാൽ നമ്മളെ കൈയിന് ഒരു ഷ്രിങ്കിങ്, ഒരു വാഷർ വുമൺ എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചുളിഞ്ഞിരിക്കും. പക്ഷെ ഇത് ഒരു കെമിക്കൽ ആക്ഷൻ ഉണ്ടായിട്ടാണ് ഈ ഒരു വൈറ്റ് കളർ വരുന്നത്. അത് ചിലപ്പം ഒത്തിരി നാള് മീനുമായിട്ട് ഇടപഴകിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യങ് ഏജിലുള്ള ആൾക്കാർക്കും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ശരീരത്തിലും ഈ കെമിക്കൽ എത്ര പെട്ടെന്ന് ആക്ട് ചെയ്യണോ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു എക്സ്പ്രഷൻ വരുന്നത്. എനിവേ, ഈ ഒരു കെമിക്കലിനോടുള്ള കോണ്ടാക്ട് കാരണമാണ് ആ ഒരു അത്രയും, ഇപ്പൊ വെറും ഐസ് ആണെങ്കിൽ നമുക്ക്
മൈക്ക് മ്യൂട്ടായി മാം. ഓക്കെ, സോറി. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രത്തോളം കെമിക്കൽസ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും അതിനെ എന്താ പറയാ അതിനെ ലൈഫ്ലെസ് ആക്കി മാറ്റുക ചെയ്യണത്. അപ്പൊ മീനൊക്കെ കൊണ്ടുവരാൻ മാക്സിമം 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് കഴിച്ച് തീർക്കുക. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ പൊരിച്ച് കഴിക്കുമ്പോഴുള്ള എഫക്റ്റും. ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. സ്മോക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കിയിട്ട് മീനൊക്കെ മത്തിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ അതിനെ കറി വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക. ആദ്യമേ കറി വെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് അത് അങ്ങ് ഇഷ്ടമായിക്കോളും. നമ്മൾ എന്ത് ഭക്ഷണമാണോ നമ്മൾ ശീലിക്കുന്നത് പിന്നെ അത് നമുക്ക് ഇഷ്ടമാവുകയാണ് ചെയ്യാം. വെറുപ്പാണെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് അതിനോട് ഇഷ്ടം വരില്ല. അപ്പൊ മീന് പ്രത്യേകിച്ച് omega-3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള മത്തി പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വറ്റിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുക. അപ്പോഴേ നമുക്കത് കിട്ടുക. നമ്മൾ ഗുളികയായിട്ട് വാങ്ങി കഴിക്കുന്ന വൈറ്റമിൻസ്, omega-3 ഫാറ്റി ആസിഡ് ടാബ്ലറ്റ്സ് ഒന്നും ഫുള്ളി നമ്മളെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സിന്തറ്റിക് ആണ്. പക്ഷെ ഈ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ സോഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് മാക്സിമം അബ്സോർബ് ചെയ്യാൻ പറ്റും. കാരണം അത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ശരീരം ആരാണോ നിർമ്മിച്ചത് ആ ആള് തന്നെയാണ് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് ഒരുക്കി തന്നത്. അപ്പം എങ്ങനെ അത് മാക്സിമം അബ്സോർബ് ചെയ്യാം, ആ ഫോമിലായിരിക്കും നാച്ചുറലിന് കിട്ടുന്ന എന്ത് സാധനവും ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ വൈറ്റമിൻ സി അതുപോലെ തന്നെ മറ്റുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സൗന്ദര്യം കൂടാൻ അല്ലെങ്കിൽ കളർ വെക്കാൻ എന്നുള്ള ഇതിൽ വാങ്ങി കഴിക്കും. ഇങ്ങനെയൊക്കെ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേൽനോട്ടം ഇല്ലാതെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കിട്ടുമ്പം ഇപ്പം ഞാൻ അധികം കണ്ടിട്ടുള്ള ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സിന്റെ പുറകിലാണ് അങ്ങനെ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. പുറത്തുനിന്ന് കിട്ടുന്നതിൽ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇൻജൂറിയസ് ടു ലിവർ എന്ന് എഴുതിയിട്ടുണ്ടാവും അവര്. കൺസംഷൻ ഓവർഡോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടാവും ടാബ്ലറ്റിന്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് ഇപ്പം വായിൽ മുറിവൊക്കെ വരിക ആ സമയത്തൊക്കെ ഡോക്ടേഴ്സ് സാധാരണ വൈറ്റമിൻ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ സ്വയം ഇഷ്ടത്തിന്, അതും നമുക്ക് അറിയില്ല ഇത്ര ക്വാണ്ടിറ്റിയാണ് ഡെയിലി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ സി ഒക്കെ എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണത ഇപ്പം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു എന്താ പറയാ ഏജിലുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഗുളികകൾ അമിതമായിട്ട് കഴിക്കും. അപ്പൊ ഇതൊരു അളവിൽ കൂടുമ്പോൾ ദൂഷ്യവശങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള ഇത്തരം വൈറ്റമിൻസ് നമ്മളെ ലിവറിനെ അഫക്ട് ചെയ്യും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. സംസാരിച്ച ടോപ്പിക് മാറിപ്പോയി. എനിവേ പറഞ്ഞു വന്നത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാക്സിമം എങ്ങനെ ഹെൽത്തി ആയി കീപ്പ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഒരു 6 മണി സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മളെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ സൂര്യൻ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ദഹനം നടക്കാൻ ഉള്ള ഒരു കണ്ടീഷനിലാവും ബോഡി. അപ്പം പ്രഭാത ഭക്ഷണം നമുക്ക് കഴിച്ചു തുടങ്ങാം. അതും എന്നും നമ്മൾ ഈ അരി ഭക്ഷണം പല രൂപത്തിലാണ് ഉണ്ടാക്കുക. ഓട്ടട അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ പത്തിരി ഒക്കെ ഈ അരിയാണ്. നൂൽപുട്ട്, പുട്ട്. അപ്പൊ അതിനൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു ദിവസം അരി ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാം. അപ്പൊ മില്ലറ്റ്സ് ഒക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മില്ലറ്റ്സ് യൂസ് ചെയ്യാം. മില്ലറ്റ് ദോശയോ അല്ലെ ആ രീതിയിൽ കുട്ടികൾ എങ്ങനെയാണോ കഴിക്കുന്നത് ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിട്ട് ദോശമാവിന്റെ കൂടെ അരച്ചിട്ട് അതും കൂടി കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ്. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതിലുപരി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പോഷക സമ്പൂർണ്ണമാക്കാൻ ശ്രമിക്കുക ഓരോ ദിവസം. അങ്ങനെ ഒരു മീൽ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് 7 ദിവസം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറാവും. പിന്നെന്താവും, നമുക്ക് ഉച്ച സമയമാകുമ്പോൾ ചോറ് കഴിക്കണം. ഒരു പാത്രം നിറയെ ചോറ്. ആ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൂട്ടാനുകൾ, ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും ഇലക്കറികളോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മത്തൻ കുഴിച്ചിട്ടാൽ മത്തൻ ഉണ്ടാവണമെന്നില്ല, പക്ഷെ മത്തന്റെ ഇല നമുക്ക് കൺസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങ ഇല നമുക്ക് കൺസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഇലകൾ ധൈര്യമായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം. അതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് പയറ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെറിയ അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള കുടുംബങ്ങളാണെങ്കിൽ, അതായത് 4-5 ആളുകളുള്ള കുടുംബങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ തോരൻ മാക്സിമം ഉൾപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും സീസണൽ ഫ്രൂട്ട് കിട്ടുന്ന കാലം, അതായത് ഇപ്പൊ ചക്ക ഒരു സീസൺ വരും, മാങ്ങ ഒരു സീസൺ വരും, അല്ലെങ്കിൽ ആ രീതിയിൽ സീസണൽ ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് മാക്സിമം ആ സീസണൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക. പച്ചമാങ്ങ കിട്ടുന്ന സമയം പച്ചമാങ്ങ കഴിക്കുക. അതായത് കണ്ണിമാങ്ങ കിട്ടുമ്പോൾ കണ്ണിമാങ്ങ എങ്ങനെയാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുക ആ രീതിയിൽ കൺസ്യൂം ചെയ്യാം. പഴുത്ത മാങ്ങയാവുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മാക്സിമം കൺസ്യൂം ചെയ്യാൻ പറ്റുക ആ രീതിയിൽ കൺസ്യൂം ചെയ്യാം. കാരണം എന്താണെന്നറിയോ, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ രീതി ആ സ്ഥലത്തെ എൻഡോജീനിയസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന പ്ലാന്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ പച്ചക്കറി അതായിരിക്കും ആ സമയത്ത് നമ്മളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇവ നമുക്ക് സീസൺസ് മാറി മാറി വരുന്നുണ്ട്.
സീസൺസിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആവുന്ന ഫുഡ്, എൻഡോജീനിയസ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഫുഡ്. ഞാൻ പറയുന്നത് ഇപ്പൊ അവക്കാടോ ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവണില്ല. ഉണ്ടാവുന്ന നാട്ടുകൾ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഉണ്ടാകുന്നത് എവിടെയാണോ അവിടുത്തെ ആൾക്കാരുടെ ശരീരത്തിലാണ് ഇത് മാക്സിമം ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസും കണ്ടീഷനും ഉള്ളത്. നമുക്കിവിടെ എന്താണോ അവൈലബിൾ ആവുന്നത് അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, തേങ്ങ. അത് നമുക്ക് വർഷം മുഴുവൻ കിട്ടുന്നുണ്ട്, ഇല്ലേ? തേങ്ങ ഇല്ലാത്തൊരു കാലുണ്ടോ? ഇല്ല. കേരളത്തിലെ നമുക്ക് നാളികേരം എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് എല്ലാ രീതിയിലും കൺസ്യൂം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് തേങ്ങ. തേങ്ങ ചെറിയ തേങ്ങയാകുമ്പോൾ നമ്മൾ എന്താ ഇളനീൻ കുടിക്കുക, അതിന്റെ ഉള്ളിലുള്ള കരിക്കായിട്ട് കഴിക്കാം. പിന്നെ ഇളനീന്റെ ആ ഒരു ഇത് നമുക്ക് കഴിക്കാം. അതുപോലെ തേങ്ങയാകുമ്പോൾ നമുക്ക് തേങ്ങ യൂസ് ചെയ്യാം, അതുപോലെ അതിന് തേങ്ങ വെള്ളം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടി മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പൊങ്ങ് എന്ന് പറയുന്ന, എല്ലാ നാട്ടിലും എന്താ പറയാ എനിക്കറിയില്ല, അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ആ സാധനം നമുക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, അതും യൂസ് ചെയ്യാം. അങ്ങനെ മൊത്തം യൂസ് ആക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കോക്കനട്ട്. അത് നമുക്ക് വർഷം മുഴുവൻ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ മാക്സിമം തേങ്ങ ചിരകിയിട്ടായാലും ഒക്കെ നമ്മൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാല്, തേങ്ങ വെള്ളം, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ഫുഡ് കോമ്പിനേഷൻസ് അത് നമുക്ക് പാടില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്ത് ഫുഡും അങ്ങ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ കുക്കിംഗ് ചാനലുകളിലൊക്കെ കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളും കഴിക്കും, കുട്ടികൾക്കും കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ചില ഫുഡ് കോമ്പിനേഷൻസ് നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം അതിന് പല റീസൺസ് ഉണ്ട്. നമുക്ക് ഡൈജസ്റ്റ്, വായ്ക്ക് മാത്രം രുചി ഉണ്ടാവും, ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഫുഡ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ചെറിയൊരു ക്ലാസ്സിൽ 5-6 ഫുഡ് കോമ്പിനേഷൻസ് പറഞ്ഞുതരാം. അപ്പൊ അത് നോട്ട് ചെയ്തിട്ട് ഇനി മുതൽ പാചകം ചെയ്യുമ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ ഫുഡ് വരാതെ നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇൻഡൈജഷൻ ഉള്ള ആരോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ദഹനക്കേട് ബുദ്ധിമുട്ടുള്ള, ഗ്യാസ് ട്രബിൾ ഉള്ള. അപ്പൊ ഈ രീതിയിൽ ഫുഡ് കോമ്പിനേഷൻ വരാതെയും സൂര്യാസ്തമയത്തിന് ശേഷം അമിതമായ ഭക്ഷണം, അമിതമായി എന്നല്ല, ഭക്ഷണം പാടെ ഒഴിവാക്കിയിട്ടും, ഇങ്ങനെ പ്രശ്നമുള്ളവരെ കാര്യമാണ് കേട്ടോ പറയണത്, നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈരും അതുപോലെ തന്നെ നെയ്യും, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കരുത് ഒരു സമയം. തൈരും ഗീയും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മൾ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ആയി പോകും. ദഹനം സ്ലോ ആയ എന്താ ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾക്ക് ദഹന പ്രക്രിയ സ്ലോ ആയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ശരീരത്തിന് വെയിറ്റ് കൂടാൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കാരണമാകും. തൈരും അതുപോലെ നെയ്യും ദഹനക്കേടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, തൈര് വേറെ കഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗീ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഗീ കഴിക്കുക. ആ രീതിയിൽ വ്യത്യസ്ത സമയങ്ങളിൽ കൺസ്യൂം ചെയ്യുന്ന രീതിയിലാക്കാം. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാം കൊത്തി അരിഞ്ഞിട്ടിട്ട് സാലഡ് ഉണ്ടാക്കും, കിട്ടുന്നതൊക്കെ അരിഞ്ഞിട്ടിട്ട് സാലഡ് ഉണ്ടാക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു സയന്റിഫിക് വശങ്ങളുണ്ട്. നമ്മള് മിക്കവാറും കുക്കുംബറും കക്കരിയും തക്കാളിയും അരിഞ്ഞിട്ടിട്ട് സാലഡ് ഉണ്ടാക്കാത്തവരുണ്ടാവോ? എന്നാൽ തക്കാളിയും കുക്കുംബറും തമ്മിൽ യോജിക്കില്ല. പച്ചക്ക് നമ്മൾ ഇത് രണ്ടും ജോയിന്റ് ആയിട്ട് കഴിക്കുമ്പോൾ അവിടെ ദഹനക്കേട് ഉണ്ടാകും. വയറിന് ഒരു നിറഞ്ഞ ഫീലിങ്ങോ അല്ലെങ്കിൽ വയറ് വീർത്ത് വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാകും. അപ്പൊ ഇനി സാലഡ് ഉണ്ടാക്കുമ്പോൾ തക്കാളിയും കക്കരിയും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കപ്പലണ്ടി വറുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ദാഹം വരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കപ്പലണ്ടി എങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെള്ളം കുടിക്കാൻ തോന്നും. അപ്പൊ എങ്ങനെ തോന്നുന്ന സമയത്ത് കപ്പലണ്ടിയും വെള്ളവും ഒരുമിച്ച് കഴിക്കരുത് കേട്ടോ. അങ്ങനെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. അപ്പം കപ്പലണ്ടി കഴിച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം. പക്ഷെ ഒരുമിച്ച് വെള്ളം കുടിക്കരുത്. കപ്പലണ്ടിയും വെള്ളം എന്നുള്ള ഒരു കോമ്പിനേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉള്ളതാണ്, നമ്മള് പാല് കൊണ്ട് പായസം ഉണ്ടാക്കുക അല്ലെങ്കിൽ പാല് കൊണ്ട് വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പിടും. ആ ഒരു ശീലം ഉണ്ടോ ആർക്കെങ്കിലും? ഒരു നുള്ളു ഉപ്പിടുന്നേ. അങ്ങനെ പാലും ഉപ്പും കൂടി കമ്പൈൻ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് സ്കിൻ ഡിസീസസ്, ചൊറിച്ചില്, ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ വരും. പാലും ഉപ്പും കമ്പൈൻ ചെയ്യരുത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണം, പാലും ഉപ്പും കമ്പൈൻ ചെയ്യണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം,
പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പാലുകൾ യൂസ് ചെയ്യുക. സോയ മിൽക്ക് അങ്ങനെയൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ നാച്ചുറലി കിട്ടുന്ന മിൽക്കും ഉപ്പും കൂടി മിക്സ് ചെയ്യരുത്. പിന്നെ നമുക്ക് ചോറും അതുപോലെ തന്നെ വിനാഗിരി ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിവറിന് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് പകരം എന്താ ചെയ്യേണ്ടി? ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാം. ചോറും വിനെഗറും മിക്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കുക്കിങ്ങിൽ വരികയാണെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് വെച്ചിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും ശർക്കരയും. പാലും ശർക്കരയും മിക്സ് ചെയ്യരുത്. കട്ടുള്ള ശർക്കരയാണ് ഉദ്ദേശിച്ചത്. ശർക്കര പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പാലും ശർക്കരയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ വയറിളക്കം പോലത്തെ കണ്ടീഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊന്നും എല്ലാവർക്കും വരണം എന്നല്ല കേട്ടോ, പക്ഷെ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരോ? അത് നല്ലോണം കേട്ടില്ല. ഓക്കെ, ഏതാ ഈ ഫുൾ പോയിന്റ്സും പറയണോ, കോമ്പിനേഷൻസും പറയണോ, അത് അവസാനം പറഞ്ഞതാണോ? ഇപ്പൊ അവസാനം പറഞ്ഞത്. പാലും ശർക്കരയും. കട്ടിയുള്ള ശർക്കര അല്ലേ? ശർക്കര പൊടി ഉപയോഗിക്കാം, പക്ഷെ ശർക്കരന്റെ കട്ടി പാലും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യാം മാക്സിമം. നമുക്ക് നെഞ്ചരിച്ചിലും അതുപോലെ വയറിളക്കൊക്കെ ഉണ്ടാവാം. വയറിളക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വയറിളക്കല്ല, പക്ഷെ ലൂസായിട്ട് നമുക്ക് മോശം പോവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ ശർക്കര പാനിയും പാലും കൂടെ ഒരുമിച്ചാക്കിക്കൂടെ? സാധാരണ നമ്മൾ ഇതിൽ പറയുന്നതൊക്കെ കട്ടി ശർക്കര എന്നാണ്. പാനി നമ്മള് പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളത്തിൽ വെച്ച് മെൽറ്റ് ചെയ്ത് അങ്ങനെ പറ്റൂലേ? അതിന്റെ ഒരു നമ്മളില്ലേ സാധനം സോളിഡ് ആയി നിൽക്കുമ്പോഴും അത് ലിക്വിഡ് ആയി നിൽക്കുമ്പോഴും അതിന്റെ ഇടയിലുള്ള കെമിക്കൽ ബോണ്ടിങ് ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതിന്റെ എനർജിക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. ശർക്കര പാനി എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടാവോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ള അത്ര ഒരു ജ്ഞാനം ഇപ്പൊ എനിക്കില്ല. നമ്മളിങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളത് തീർത്ത് പറയാൻ സംശയമാണ് കേട്ടോ. പൊടി ഉപയോഗിക്കാന്നാ പറയുന്നത്, ശർക്കര പൊടി. പിന്നെ പാനിയും പറ്റുമായിരിക്കും. പാനി നമ്മള് കൂടുതലും പായസം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ഉപയോഗിച്ച് വരുന്നത്. അതെ. പിന്നെ ചോറും വിനാഗിരി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മള് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊഴിക്കല്ലോ ചിലത്. അപ്പൊ അതും അതെ അതെ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് സാധനങ്ങൾ കമ്പൈൻ ചെയ്യുമ്പം അതിന്റെ കെമിക്കൽ ഘടനകൾക്ക് മാറ്റം വരുന്നുണ്ട്. അത് നമ്മള് ഒരു സയന്റിഫിക് രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പൊ തേങ്ങയും വിനെഗറും കൂടി ചേരുമ്പം അവിടെ പിന്നെ വെറും വിനെഗർ അല്ല അത്, തേങ്ങ മിക്സ്ഡ് വിത്ത് വിനെഗറാണ്. അപ്പൊ ഒരു ചെറിയൊരു മാറ്റം അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ഷുഗറും ചോറും വിനെഗറും മിക്സ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. പകരം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചെറുനാരങ്ങയും ചോറും ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തൊക്കെ പോയിന്റ്സാ പറഞ്ഞത്? ഓക്കെ, നമുക്ക് പിന്നെ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവും ചില ഭക്ഷണങ്ങളോട് അല്ലെ. ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭക്ഷണവും ഒത്തിരി കഴിക്കാൻ പാടുണ്ടെന്നാണോ? അല്ല, ചില ഇഷ്ടങ്ങൾ നമുക്ക് കഷ്ടപ്പാടുണ്ടാക്കും. അപ്പൊ ഭയങ്കര കൊതി വരുമ്പോ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമുള്ളത് നിർത്താം, ചിന്തിക്കുക നല്ലതാണോ അല്ലേന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞൊന്നൊരു സംശയം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ഇപ്പൊ പറഞ്ഞതില്? ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് മിൽക്കും ശർക്കരയും, അത്രയും പോയിന്റ്സ് ആണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? പിന്നെ നമുക്ക് ചായ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ചായ കാപ്പി, അമിതമായി ചായ കാപ്പിയൊക്കെ കൺസ്യൂം ചെയ്യുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് ആണുങ്ങള്. ഒരു 4 ഗ്ലാസ് കാപ്പി ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഈ ചായയൊക്കെ നമ്മള് പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒക്കെ കട്ടൻ ചായ അല്ലെങ്കിൽ നല്ല ചായപ്പൊടിയുള്ള ചായ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൽ നിന്ന് അയൺ അബ്സോർപ്ഷൻ ഇത് തടയും. ചായയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഘടകം അയൺ അബ്സോർപ്ഷൻ തടയും. അപ്പൊ ആ സമയത്ത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് കാരണം ഉണ്ടാകും. ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ആരോഗ്യപരമായി അനുഭവിക്കുന്നതിനൊക്കെ സിമ്പിൾ കോസാണ് ഉണ്ടാവുക. അതങ്ങ് മാറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. വലിയ ഉദാഹരണമാണ് ചായ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മറ്റു ഫുഡിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? ഒന്നെങ്കിൽ ചായ ഒരു അരമണിക്കൂർ മുമ്പ്, ചായ ഒഴിവാക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഭക്ഷണത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ചായ കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഇനി ഒഴിവാക്കാൻ കഴിയുന്നവരാണെങ്കിലോ അതാണ് ഏറ്റവും ബെസ്റ്റ്. ചായനെക്കാട്ടി അപകടമാണ് കോഫി. കോഫിയില് സാധാരണ ഞാൻ ഹോമിയോപ്പതിയാണ് എന്റെ മേഖല. ഇപ്പൊ സാധാരണ നമ്മൾ ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത്
കോഫി പറ്റെ ഉപേക്ഷിക്കാൻ പറയും. അപ്പൊ ഇതിന് കാരണം എന്താ വെച്ചാൽ കഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിമുലന്റ് ആണ് കോഫിയിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഘടകം. ഇപ്പൊ കാപ്പി നമ്മൾ പെട്ടെന്ന് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നും അല്ലെ, നല്ലൊരു ഉണർവൊക്കെ തോന്നും. ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠന സമയത്ത് ഉറക്കം വരാണ്ടിരിക്കാൻ നമ്മൾ ഒരു കപ്പ് കോഫി കുടിച്ചാൽ മതി എന്നൊക്കെ ഈ സ്റ്റഡി മോട്ടിവേഷൻ നടത്തുന്നവരൊക്കെ പറയും. ശരിയാണ്, നമുക്ക് ആ ഒരു സമയത്ത് ഒരു സ്റ്റിമുലന്റ് ആക്ഷൻ കിട്ടും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പം എന്താകും, നേരെ ഇതിന്റെ തിരിച്ചുള്ള ആക്ഷൻ വരും. നമ്മൾക്ക് കുറച്ചും കൂടി ഡ്രൗസി ആവും, കുറച്ചും കൂടി സ്ലീപ്പി ആവും. അപ്പൊ ഇങ്ങനെ ഒരു എഫക്റ്റ് കോഫിക്ക് ഉള്ളത് കൊണ്ട് തന്നെ കോഫി മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോ നമ്മൾ ഹോമിയോ മെഡിസിൻസ് ഒന്നും കഴിക്കണില്ലെങ്കിലും കൂടിയിട്ട് നിരന്തരം കാപ്പി കുടിക്കുന്ന ആളുകൾ ഈ കാപ്പി കുടി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഇവരെ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പാടെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള കോഫി, ചായക്ക് ഒത്തിരി കൺസ്യൂം ചെയ്യുന്ന ആളുകളെ ഇതങ്ങ് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിർത്തി കഴിഞ്ഞാല് സ്കിന്നിന് തന്നെ ഒരു ഗ്ലോ വരും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ സ്ഥിരം ചായ കുടിച്ച് പിന്നെ അത് നിർത്തിയിട്ട് ഇങ്ങനത്തെ ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ശരിവെക്കണേ പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ? ഞാനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് ഒഴിവാക്കിയിരുന്നു. അന്ന് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ, വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒരു നിർത്താനുള്ള ടെൻഡൻസി വരൂല. ശരിയാണ്, നമുക്ക് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിച്ച് കുറച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നമുക്ക് ട്രാക്ക് കയറി പോകാം. പക്ഷെ പിന്നെയും അതിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നിർത്താൻ തോന്നൂല. ശരിയാണ്. പക്ഷെ ഇങ്ങനെ ചായക്കും കാപ്പിക്കും ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ എഫക്റ്റ് ഉണ്ട് നമ്മളെ സ്കിൻ, പ്രത്യേകിച്ച് സ്കിന്നില്. എന്ത് നമ്മളെ ഇൻസൈഡ് പ്രശ്നം ഉണ്ടെങ്കിലും അത് പുറത്തോട്ട് നമുക്ക് കാണും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് തരികയാണ്. ഗ്ലാസിന്റെ ഉള്ളിൽ നിറയെ ചളി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല വൃത്തിയോടെ ഉണ്ടാവില്ലേ? ട്രാൻസ്പാരന്റ് ഒരു ഗ്ലാസ്സിൽ ചളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രൗൺ കളറിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കൈ തന്നിട്ട് പറയാണ് ഇതൊന്ന് ക്ലീൻ ആക്കി തരീന്ന് പറയാം. അപ്പൊ നിങ്ങളൊരു തുണി എടുത്തിട്ട് തുടക്കുകയാണ്. തുടച്ച് എത്ര തുടച്ചിട്ടും ഇത് വീണ്ടും അതിൽ പെർസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെ ഡേർട്ടി ആയിട്ട് കാണാണ്. എന്നാലും നമ്മളത് ഇൻസൈഡിലോട്ട് ആ തുണി ഇട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് ഗ്ലാസ് നല്ല ഷൈനി ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിന് എക്സാമ്പിൾ പറയാം. നമ്മൾ എന്താണോ ഇൻസൈഡിലോട്ട് കൊടുക്കുന്നത് അത് മാറ്റാതെ പുറത്ത് എത്ര ഓയിൽമെന്റ് തേച്ചിട്ടും കാര്യമില്ല. നമ്മളെ സ്കിൻ ഡിസീസ് ആണെങ്കിലും അതല്ലാതെ എക്സ്പ്രസ് ചെയ്യുന്ന എന്ത് ഡിസീസ് ആണെങ്കിലും അത് മാറൂല. വെറുതെ നമ്മൾ മെഡിസിൻ എടുത്തിട്ട് മെഡിസിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവാന്നല്ലാണ്ട് ഡിസീസ് കംപ്ലീറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഹാബിറ്റിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊടുന്നേ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ഈ സ്കിൻ ഡിസീസ് ഒക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ഭക്ഷണമാണ് മാറ്റുക എന്നുള്ളത് നമ്മൾ ഫുഡ് അനലൈസ് ചെയ്തിട്ട് അതറിയുന്ന ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. ചിലർക്ക് പാലിന് പ്രശ്നം ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല. മിൽക്ക് ഇൻടോളറൻസ് ഉള്ള ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം പറയുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടൻ. അധികം ഗോതമ്പിലൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഈ പ്രശ്നമുള്ള ഒരുപാട് ആളുകളുണ്ട്. മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷനും അതൊരു ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് ഇപ്പം റീസെന്റ് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്വാസം മുട്ട അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നീര് വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവര് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി നിർത്തിയാൽ തന്നെ മെഡിസിൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അസുഖം മാറുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ അതിൽ ഇത്തരത്തിലുള്ള അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും പാലുൽപ്പന്നങ്ങളോ അതുപോലെ തന്നെ ഇങ്ങനെ ഗോതമ്പ് സ്ഥിരമായി കൺസ്യൂം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാറ്റി നോക്കുക. ആദ്യം പാല് മാറ്റി നോക്കുക. ഒരു 1-2 ആഴ്ച നോക്കുമ്പോൾ നമ്മുടെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന്റെ റീസൺ പാലായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഇനി പാല് മാറ്റിയിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ഗോതമ്പ് മാറ്റി നോക്കുക. അപ്പൊ മാറ്റി നോക്കുമ്പോൾ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ അതിനോട് ഇൻടോളറന്റ് ആണ്, നമ്മുടെ ശരീരത്തിന് അത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിന്നാൽ തന്നെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസോ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ നീർക്കെട്ടിയ അവസ്ഥ, അവിടെ വേദന ഇവിടെ വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടാകും. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു സമയമുണ്ട്. ഉദയം മുതൽ അസ്തമയം വരെ. സൂര്യാസ്തമയത്തിന് ശേഷം നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്റ്റിലോട്ട് പോവുകയാണ്. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റിലോട്ട് പോകണം എന്നാണ് പ്രകൃതി നിയമം. നമ്മൾ പോകില്ല. നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ലേറ്റ് ആയിട്ട് കിടക്കാൻ നോക്കും. ആ ഒരു രീതിക്കാണ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആക്ച്വലി ശരീരത്തിന് ആരോഗ്യം കിട്ടല് അല്ലെങ്കിൽ പ്രകൃതി സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സൂര്യാസ്തമയത്തിന് ശേഷം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിക്കാനൊന്നും നിൽക്കാതെ ഉറങ്ങാനാണ് നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത്.
അപ്പൊ ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യത്തിന് മാറ്റം കാണും. ഇപ്പൊ കോട്ടയത്ത് നിന്ന് നാട്ടിലോട്ട് മലപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂർ മലപ്പുറം ആ ബോർഡറിലൊക്കെ എത്തുമ്പം ഒരു രാത്രി 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കല്യാണത്തിനുള്ള തിരക്കാ. ഈ പിന്നെ ചിക്കൻ പൊരിച്ചു കൊടുക്കുന്നിടത്തും അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ വിതരണം ചെയ്യുന്ന ഈ അൺലിമിറ്റഡ് നെയ്ച്ചോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, ആ കടകൾക്ക് മുന്നിലൊക്കെ ഒരു കല്യാണത്തിന് ഉച്ചയ്ക്ക് എങ്ങനെ നിന്നാലുണ്ടാവും, അത്ര ആളുകൾ ഉണ്ടാകും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുക, ശരീരത്തിന്റെ ഇച്ഛക്ക് പുറകെ അല്ലെങ്കിൽ ഇതൊരു രസം എന്ന നിലക്ക് പോവാണ്. ഈ ഇറച്ചിയും അതുപോലെ തന്നെ നെയ്യ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ രാത്രി കഴിക്കാണ്. എന്ത് സംഭവിക്കാം? അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വരുന്ന അമ്മച്ചിമാരോടൊക്കെ വയസ്സ് ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം എന്നറിയോ? ഇവർക്കൊക്കെ നല്ല പ്രായം ഉണ്ടാവും, പക്ഷെ ഇവര് സ്വന്തം മാറ്റി ഒരുങ്ങി കണ്ണടയൊക്കെ വെച്ച് മുടിയൊക്കെ വാർന്ന് സുന്ദരികളായിട്ട്, ഇനിയിപ്പൊ അച്ഛന്മാരാണെങ്കിലും അങ്ങനെ തന്നെ നല്ല വൃത്തിയിൽ ഇവര് സ്വന്തമായിട്ട് ബസ്സും കയറി വരും. 85 84 വയസ്സൊക്കെ ഉണ്ടാവും. ഈ 85 84 വയസ്സുള്ള അമ്മമാർക്ക് ഭർത്താവ് ഉണ്ടാവും വീട്ടില്, അവരും കൂടി കേസ് ഷീറ്റ് ആയിട്ടാ വരിക. എന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ ആ കേസ് ഷീറ്റ് ആയിട്ട് വരുമ്പോ ഇവര് എന്തായാലും വരുമ്പോ ഉള്ളവരെ കേസ് ഷീറ്റ് ഒക്കെ എടുത്തിട്ട് വരും, എന്തായാലും വരികയല്ലേ, മുതലാവട്ടെ എന്നുള്ള നിലക്ക്. അപ്പൊ അതില് അച്ഛന്റെ വയസ്സ് 94 93 ഒക്കെ ആയിരിക്കും. അപ്പൊ അച്ഛൻ എന്താ ചെയ്യുക, അച്ഛൻ കിടപ്പിലാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, അച്ഛൻ പറമ്പിലാന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം. കാരണം മലപ്പുറത്തൊക്കെ ഒരു 40 45 വയസ്സ് കഴിഞ്ഞാല് പിന്നെ സ്ത്രീകൾക്കൊന്നും വയ്യ. അവരൊക്കെ പിന്നെ 50 കഴിഞ്ഞാൽ പിന്നെ കിടപ്പിലാണ് അല്ലെങ്കിൽ വീടിന്റെ കൊലായിൽ ഇരുത്താണ്, റെസ്റ്റ് ആണ് അവർക്ക്. അത്രയും അവർക്ക് എണീറ്റ് നിൽക്കാൻ, ഒബേസിറ്റി കൊണ്ടായിട്ടും വേറെ പല അസുഖങ്ങളൊക്കെ, പ്രമേഹം, ഷുഗർ പ്രഷർ, ഇങ്ങനെ എണ്ണപ്പെടാത്ത അസുഖങ്ങളായിട്ട് ഇവർക്ക് എന്താ പറയാ ആരോഗ്യപരമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. എന്താ കാരണം എന്നറിയോ? ഇവരെ ഭക്ഷണവും ജീവിത ശൈലിയും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളെ ജാസ്മിൻ മാമിനെ അറിയണ്ടാവും. മാമിന്റെ നാട്ടിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഞാൻ കോട്ടയത്തുള്ള, തിരുവനന്തപുരത്ത് ഇനി എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ജീവിത രീതി എന്ന് അറിയില്ല. പക്ഷെ കോട്ടയത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മാഷാഅല്ലാഹ് നല്ല ആയുസ്സുണ്ട്. കാരണം എന്താ, അവരെ ഭക്ഷണ രീതി, അവര് അധ്വാനശീലം. ഭക്ഷണം ഒരു 2 നേരം 3 നേരം ഒന്നും അരിഭക്ഷണം കഴിക്കൂല. ഇപ്പൊ ഒരു നേരം ഉച്ചക്ക് അരിഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വൈകിട്ട് ചിലപ്പം കപ്പയായിരിക്കും കഴിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ചെറിയതായിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ കടല പുഴുങ്ങി കഴിക്കുക. ഇങ്ങനെയൊക്കെ ശീലമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവർക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് ഇവരുടെ ശരീരത്തിൽ നമുക്ക് കാണാം. നല്ല ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാവരും കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് ജോയിന്റ്സിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടിയിട്ട് ചെറിയ രീതിയിൽ എക്സസൈസ് എടുത്തിട്ടൊക്കെയാണ് അമ്മമാരൊക്കെ കുളിക്കുക. അപ്പൊ ഇവർക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യമുണ്ട്. അപ്പൊ നമുക്ക് പടച്ച റബ്ബ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാക്സിമം ആരോഗ്യം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രവൃത്തികളാണ് നമ്മളെ ആരോഗ്യം ഇല്ലാതാക്കണത്. ഈ ഭക്ഷണങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ നിയന്ത്രിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കഴിക്കാം, പക്ഷെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാക്സിമം നമ്മളെ ഹെൽത്തിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. PCOD എന്നൊക്കെ പറഞ്ഞ അസുഖം പ്യൂർലി നമ്മളെ ഭക്ഷണശീലം കൊണ്ടും നമ്മളെ അധ്വാനശീലം ഇല്ലായ്മ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന അസുഖമാണ്. മര്യാദക്ക് ഭക്ഷണം 2 മാസം അങ്ങ് ശ്രദ്ധിച്ച് നല്ലോണം ഒന്ന് എക്സസൈസ് ചെയ്താൽ മെഡിസിൻ ഇല്ലാണ്ട് PCODന്റെ കംപ്ലീറ്റ് സിംറ്റം കുറയും. മെഡിസിനായിട്ട് ഹെൽപ്പ് എന്നുള്ള നിലക്ക് എടുക്കാന്നുള്ളൂ. ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം, നമുക്ക് അതിന്റെ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് ചോദിക്കാനുണ്ടോ? ഏകദേശം ടൈം അപ്പായും തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പം കൂടുതലായിട്ട് ഈ വെള്ളപ്പാണ്ടിന്റെ അസുഖം കണ്ടുവരുന്നുണ്ടല്ലോ, അത് ഫുഡിന്റെ പ്രശ്നമായിട്ടാണോ അല്ലെങ്കിൽ സീസണില്, എന്താണ് അതിന്റെ റീസൺ? ഒരുപാട് കേസസ് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പക്ഷെ അതിന് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. ഭക്ഷണം അതിനൊരു റീസൺ ആയിട്ട് വരാം. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയതിന് സ്പ്രെഡ് കുറയുന്നതായിട്ട് കാണാം. അതിലൊന്നാണ് ഈ ഗ്ലൂട്ടൻ, അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ പറയാറുണ്ട്. ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറയും വെള്ളപ്പാണ്ടുള്ള ആളുകളോട്. പിന്നെ നമുക്ക് ഇമോഷണൽ കോസ് പറയാം. അതായത് ഇത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ഇവര് പാസ്റ്റിലോട്ട് നമ്മളൊരു ചികയില് നടത്തി കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഒത്തിരി വിഷമങ്ങൾ മനസ്സിൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ചിലർക്ക് പാരമ്പര്യമായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകും. പല റീസൺസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നതിന് ഉള്ള കുറവുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് വെയിലിന്റെ, അതായത് ഹാംഫുൾ റേസ് കൊള്ളുന്നത് ഒരു റീസൺ ആയിട്ട് പറയാം. എക്സാക്ട് ഇന്നത് നമുക്ക് പറയാൻ പറ്റൂല. അവരൊരു ലൈഫ് സ്പേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഒരുപാട് റീസൺസ് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ അസുഖം, അതുപോലെ എസ്പെഷ്യലി ഈ ഒരു സ്കിൻ പ്രശ്നം, വിറ്റിലിഗോ ഉള്ള പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ കോസ് ഒരു സ്ട്രോങ് കോസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വന്നവരോട് നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കരുത്, വൈറ്റമിൻ C അങ്ങനെ കഴിക്കരുത്, അങ്ങനെ രീതിയിൽ ഇങ്ങനെ അഡ്വൈസ് ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ സോറിയാസിസ്, അതും ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു സ്കിൻ ഡിസീസ് ആണ്. ഒത്തിരി ആൾക്കാരെ കാണാം. വെള്ളപ്പാണ്ടിനെക്കാട്ടിയും കഷ്ടമാണ് സോറിയാസിസ്. വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പോൾ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടാണുള്ളത്. സോറിയാസിസ് ആകുമ്പോൾ നമുക്ക് ചൊറിച്ചിലും അതിന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കൂടി മിങ്കിൾ ചെയ്ത് വരും. അപ്പൊ ഇവർക്ക് മെയിൻ കോസ് പറയുന്നത് ബീഫാണ്, റെഡ് മീറ്റ്. റെഡ് മീറ്റ് അമിതമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്കാണ് സോറിയാസിസ് അമിതമായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല, ഒരു അസുഖവും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സോറിയാറ്റിക് പേഷ്യൻസിന് നമ്മൾ ചികിത്സിച്ച് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ട്രിഗർ ചെയ്യാൻ ഈ റെഡ് മീറ്റ് ഒരു കാരണമാകും. പ്രത്യേകിച്ച് പോത്തിറച്ചി, റെഡ് മീറ്റ്, പോത്തിറച്ചി, പന്നിയിറച്ചി എല്ലാം പെടും. ഇതൊക്കെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സോറിയാസിസ് എന്നുള്ള അസുഖം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പൊ മാക്സിമം ഇതൊക്കെ ഡയറ്റ് ശ്രദ്ധിക്കുമ്പം ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ നല്ലപോലെ സബ്സൈഡ് ചെയ്യും, ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത് ഇത്രയാണ്. ഡയറ്റിന് നല്ലൊരു പങ്കുണ്ട് നമ്മുടെ ആരോഗ്യത്തിൽ, നല്ലൊരു പങ്കുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം എനർജി റിച്ച് ആയിട്ടുള്ള നാച്ചുറലിന് ഡയറക്റ്റ് കിട്ടുന്ന ഫുഡ് മാക്സിമം കൺസ്യൂം ചെയ്തിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളെ ലൈഫ് പർപ്പസ് മാക്സിമം ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക്സ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, പിന്നെ ഈ രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് കഴിക്കണം? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. രാത്രി പറയുന്നത് നമ്മളൊരു സന്ധ്യാസമയത്തോടു കൂടി ഭക്ഷണം കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാന്നാണ് ഒരു പ്രബലമായ ഒരു അഭിപ്രായം. പിന്നെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു 7:00 മുമ്പ് 8 മണിക്ക് മുമ്പ് കഴിക്കാം. പിന്നീട് പ്രഭാതത്തിൽ ഇന്ന സമയത്ത് കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഏജിനനുസരിച്ചും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചപ്പോൾ ഈ പ്രമേഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കഴിച്ചാൽ മതി എന്ന് പറയും. വൈകിട്ട് ഒരു 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് 6 മണിക്ക് ശേഷം കഴിക്കുകയാണെങ്കിൽ ആ ഒരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മുന്നേറ്റമാണെന്നുള്ള രീതി പറയും. പിന്നെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 16:8 എന്ന് പറയാം സിമ്പിൾ ആയിട്ട്. അതായത് 8 മണിക്കൂർ നമ്മൾ ആഹാരം കഴിക്കുന്നു, 16 മണിക്കൂർ നമ്മൾ ആഹാരമില്ലാത്ത വെള്ളം മാത്രം കുടിക്കുന്ന ഒരു ഇത്. അതായത് ഇപ്പൊ ഒരു ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു, വൈകിട്ട് ഒരു 4 മണി 5:30 കൂടി നമ്മൾ ഫുഡ് കഴിക്കൽ നിർത്തുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 16 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യാം. എപ്പോഴാണോ അത് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും ഭയങ്കര എഫക്റ്റീവ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമിതമാവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ ബോഡീനെ നമ്മൾ അണ്ടർവെയിറ്റ് ആയി പോവുക, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരിക, ഈ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിത് സ്യൂട്ട് ആവണില്ല എന്നാ. എല്ലാവർക്കും സ്യൂട്ട് ആയിക്കൊള്ളണം എന്നില്ല. സ്യൂട്ട് ആവുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എനർജി ഇമ്പ്രൂവ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എന്തും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എനർജി ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ ബോഡിക്ക് അത് ഏറ്റവും ആപ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. ഇപ്പം ഡൗട്ട് ചോദിച്ച ആളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന സമയം എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ, അതായത് സൂര്യൻ ഇപ്പൊ ഒരു 6:15 ആകുമ്പോൾ സൂര്യൻ ഉദിക്കുമല്ലോ, അപ്പം ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ആഹാരങ്ങൾ നമ്മൾ അതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡൈജഷന് വേണ്ടി പ്രിപ്പയർ ആയി കഴിഞ്ഞു സൂര്യൻ വരുന്നതോടുകൂടി. അങ്ങനെയാണ് ആയുർവേദ ടെക്സ്റ്റ്. ഗ്യാസ് ട്രബിൾ ഉണ്ടായത് കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം വിശന്ന് കഴിയുമ്പോൾ ഗ്യാസ് ട്രബിൾ വരും. ഓക്കെ രാവിലെ അല്ലേ? അതിപ്പോ ഈ ചായ കുടിച്ചാൽ ഗ്യാസ് ഉണ്ടാവും തോന്നുന്നു അല്ലേ? ചായ, നിങ്ങൾ കട്ടൻ ചായ അല്ലെങ്കിൽ കാപ്പി എന്നുള്ള ആ ഒരു ബീവറേജ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നോക്കി. അപ്പൊ നല്ല മാറ്റം ഉണ്ടാകും. വെറുതെ വയറ് എരിയുന്നൊക്കെ ഒരു അവസ്ഥ ഈ അമിതമായിട്ട് ചായ കൺസ്യൂം ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചായ ഒഴിവാക്കുക. അതല്ലെങ്കിൽ പാൽ പ്രൊഡക്ട്സ്, പാൽപ്പൊടിയൊക്കെ നമ്മൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു കാറ്റഗറി ഫുഡ് നിർത്തുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ടെൻഡൻസി നമുക്ക് മാറും. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല. ഒരു 2 മണിക്കൂർ എങ്കിലും മിനിമം ഗ്യാപ്പ് വേണം ഭക്ഷണവും നമ്മളെ കിടത്തവും തമ്മിൽ. ബോഡി റെസ്റ്റിലോട്ട് പോവുകയാണ് നമ്മൾ കിടക്കുന്നതോടുകൂടി, ഉറങ്ങുന്നതോടുകൂടി. അപ്പൊ നമ്മൾ ദഹനമാണ് നമ്മൾക്ക് അവിടെ നടക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഉറക്കത്തിന്റെ കംപ്ലീറ്റ് വിശ്രമം നമുക്ക് കിട്ടൂല. മാത്രമല്ല ഈ ദഹനം നല്ലോണം പ്രോപ്പറായിട്ട് നടക്കൂല. അപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പൊ ബുദ്ധിമുട്ട് പറഞ്ഞ ആള് ചായ ഒന്ന് കുറക്കുക, അതുപോലെ തന്നെ ഫുഡിന്റെ കൂടെ ചായ കുടിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക, ആ രീതിയിലൊന്ന് നോക്കി മാറ്റം പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും? ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പകുതി നമുക്ക് അറിയുന്നത്, പക്ഷെ ഇവിടെ ഈ സീസണിന്റെ കാര്യം അതെനിക്ക് അറിയില്ല. പിന്നെ പല കാര്യങ്ങളും പലതും നമുക്ക് അത് സംശയിക്കാൻ സഹായിച്ചു. വളരെ അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു മാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം പറയൂ.
കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് മേലൊക്കെ ചൊറിയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലർക്ക് അങ്ങനെ കണ്ടീഷൻ കണ്ടുവരാറുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ ഉടനെ ഒന്നെങ്കിൽ നിങ്ങളെ വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കാം. ഇനി എല്ലാ വെള്ളത്തിനും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ശരീരത്തിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ കോഴിമുട്ടന്റെ കുഞ്ചി കഴിക്കുന്ന ആളാണോ ഡെയിലി? അല്ല അല്ല അല്ല. അല്ലല്ല. ആ രീതിയിൽ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഫുഡ് നമ്മൾ കഴിക്കുന്ന ആളാ അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു കൺസൾട്ടേഷൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഹോമിയോ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹാർംഫുൾ ആയിട്ടൊന്നും ഉള്ള മെഡിസിൻസ് ഇല്ല. ഇത്തരത്തിലുള്ള ചൊറിഞ്ഞ് മാറാനും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ഹാർഡ് വാട്ടർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാനുണ്ടാവുക. അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പയറുപൊടി അങ്ങനത്തെ നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണോ? അതോ സോപ്പ് അതൊന്നും എനിക്ക് യൂസ് ചെയ്തൂടാ. അതൊക്കെ എനിക്ക് പ്രോബ്ലം ആണ്. സ്കിൻ പ്രോബ്ലം. അപ്പൊ നിങ്ങളെ സ്കിന്ന് പൊതുവെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്. ചെറുതായിട്ട് വരും അങ്ങനത്തെ കണ്ടീഷൻ. പിന്നെ കുളിക്കുന്ന സമയം എപ്പോഴാണ്? അത് കുറച്ച് വൈകിയാണ് കുളിക്കുക. ചിലപ്പോ ഉച്ചക്കാവും. ഉച്ചക്കുള്ള കുളി കുടിക്കാൻ പാടില്ല. ഉച്ചക്കുള്ള കുളി എല്ലാ രീതിക്കും എതിരാണ്. എവിടെ നമുക്ക് അങ്ങനെ ഒരു അഡ്വൈസ് കേൾക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് ആയുർവേദിക് സ്ക്രിപ്റ്റ്സിലല്ലേ, ആയുർവേദിക് ടെക്സ്റ്റ് ബുക്കുകളിലാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയും നമ്മൾ ഈ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നട്ടുച്ചക്കുള്ള കുളി റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 മണിക്ക് മുമ്പ് നിങ്ങളെ കുളി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. രാവിലെ 6 മണിക്ക് മുമ്പ്. അത് ഒരു മുഹൂർത്തം എന്നൊക്കെ പറയുന്ന സമയം 4 മണി 5 മണി ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഡേ ഒന്നും ചേഞ്ചസ് കണ്ടോളണം എന്നില്ല, ഗ്രാജുവലി ചേഞ്ച് കാണുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഹലോ താങ്ക് യു. ഹലോ ഹലോ കേൾക്കണില്ലല്ലോ, റേഞ്ച് ഇഷ്യൂ എന്തോ ഉള്ള പോലെ. ഹലോ ചോദിച്ചോട്ടെ. സ്ഥിരമായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലം എല്ലാ ദിവസവും കേട്ടില്ലല്ലോ. ആർക്കിത് വ്യക്തമുണ്ടോ? ഗ്യാസിന്റെ പ്രോബ്ലം ശരി സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിന് മാറ്റം വരുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങള് എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. സ്വന്തം ഒന്ന് വിലയിരുത്തി രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതൊന്ന് വിലയിരുത്തുക, എന്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഡയറ്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് വിശപ്പ് തോന്നുന്ന സമയത്ത് ആ വിശപ്പ് അടങ്ങുന്നത് വരെയുള്ള ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. കൂടെ വെള്ളം കുടിക്കാണ്ടിരിക്കുക. 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കാം. ഈ രീതിയിൽ ഭക്ഷണം സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം ഒന്ന് ഒഴിവാക്കിയിട്ട്, അതിന് മുന്നേ കഴിച്ചാൽ മതി, പട്ടിണി കിടക്കണം എന്നല്ല, ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക കിടക്കുന്നത് വരേക്കും. എന്നിട്ട് ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങുക. ഉറങ്ങിയിട്ട് അപ്പൊ നമ്മള് താനെ ഒരു 5 മണി ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കും. അങ്ങനെ ഒന്ന് ലൈഫ് സെറ്റ് ചെയ്ത് നോക്കി. ഉറക്കവും ഭക്ഷണക്രമവും മാറ്റം വരും ഇൻഷാ അല്ലാ. ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. ഫുഡിന് പറഞ്ഞ പോലെ തന്നെ ഉറക്കവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ ഇത് രണ്ടും സെറ്റ് ചെയ്യുക. പിന്നെ വെള്ളം കുടീന്റെ കാര്യം ഒറ്റടിക്ക് ഒന്നായിട്ട് കുടിക്കാണ്ട് ദാഹം വരുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് ഒരു 4-5 മുറുക്കായിട്ട് ആ വെള്ളം അങ്ങനെ സാവധാനം സിപ്പായിട്ട് കുടിക്കുക. ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ഫുഡ് മാറ്റി വെക്കുക. പിന്നെ ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും നല്ലോണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. പാക്കറ്റഡ് ഐറ്റംസ് അമിതം ചായ രാവിലെ കഴിക്കാൻ വെറും വയറ്റിൽ ചായ കഴിക്കണ്ട. രാവിലെ എണീറ്റിട്ട് ഒരു കാരക്ക ചവച്ച് അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം ചവച്ചൊക്കെ ഇറക്കിയതിന് ശേഷം കുറച്ചേരം കഴിഞ്ഞിട്ട് ചായ അത്രയും നിർബന്ധമാണെങ്കിൽ കേട്ടോ ഒഴിവാക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കട്ടൻ ചായ ഒഴിവാക്കിയിട്ട് മാത്രം ഗ്യാസ് ട്രബിൾ മാറിയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ അറിയാം. നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ആ ഒരു കട്ടൻ ചായ നിർത്തലോട് കൂടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങ് മാറി. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്താണോ പ്രയാസം ഉണ്ടാക്കുന്നത്, നമ്മൾ അമിതമായിട്ട് എന്താണോ കഴിക്കുന്നത് അതൊന്ന് ക്വിറ്റ് ചെയ്യാൻ നോക്കാം, ഒഴിവാക്കാൻ നോക്കാം. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ സമയം തെറ്റി കഴിക്കുക, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് വിശക്കുന്നത് ആ സമയത്ത് ആ വിശപ്പ് മാറുന്ന രീതിയിലുള്ള ഭക്ഷണം ആ ഒരു സമയം എടുത്തിട്ട് കഴിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇത് കുറഞ്ഞു. പിന്നെ മെഡിസിൻ കഴിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല കേട്ടോ, താൽക്കാലികമായിട്ടൊരു ആശ്വാസം മാത്രമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫുഡും ഹാബിറ്റും ഉറക്കമൊക്കെ സെറ്റ് ചെയ്താലുള്ളൂ നമ്മൾ ഒരു കംപ്ലീറ്റ് ഹെൽത്തിലോട്ടും കംപ്ലീറ്റ് സന്തോഷത്തിലോട്ടും വരാൻ പറ്റുള്ളൂ ഇൻഷാല്ലാ. ഞാൻ വ്യക്തമായിക്കണോ പറഞ്ഞത്?
മാം ഒരു അലർജി പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അത് എത്ര മരുന്ന് കഴിച്ചാലും അതിനൊരു മാറ്റം വരുന്നില്ല. അതെന്താ ചെയ്യേണ്ടത്? അലർജി സ്കിന്നിലാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താ മാം? സ്കിന്നിലാണോ അലർജി അതോ തുമ്മലാണോ? അല്ല, തുമ്മലാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പിന്റെ ഫുഡ് അല്ലെങ്കിൽ പാലിന്റെ ഭക്ഷണം ഒന്ന് പാടെ ഒരു ആഴ്ചക്കൊന്ന് ഉപേക്ഷിച്ച് നോക്കി. ഞാൻ പറയില്ല, എന്തെങ്കിലും നമുക്കൊരു ഒരു മെയിൻറ്റെയിനിങ് കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് മാറൂല. പിന്നെ നിങ്ങൾ ഏത് പ്രദേശത്താണ് താമസിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നല്ലോണം കായലിന്റെ അരികിൽ അല്ലെങ്കിൽ പാടത്തിന്റെ അരികിൽ അങ്ങനെ പോളൻ ഗ്രെയിൻസോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മോയ്സ്ചർ ആയിട്ട് നിൽക്കുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു കോഴ്സ് ആയിട്ട് പറയാം, അതൊരു കോഴ്സ് ആയിട്ട് പറയാം. അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭക്ഷണ രീതികൾ നമ്മള് ഫുഡിൽ വന്നു പോകുന്നത് നോക്കുക. ഒരുപാട് മധുരം കഴിക്കുക, അല്ലെങ്കിൽ പാക്കറ്റഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒരുപാട് കൺസ്യൂം ചെയ്യുക, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒരുപാട് കഴിക്കുക, പാലോ പാൽ പ്രൊഡക്ട്സോ അമിതമായിട്ട് കഴിക്കുക. എന്തിനോടാണ് നമുക്ക് അലർജി നമുക്ക് പറയാൻ പറ്റൂല. അത് നമ്മൾ പാച്ച് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റുകൾ നടത്തി നോക്കും ചിലപ്പോൾ എന്തിനോടാണ് നമുക്ക് അലർജി എന്ന് മനസ്സിലാവാൻ. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് തോന്നുകയാണ് ഞാൻ അമിതമായിട്ട് ഗോതമ്പ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാല് കഴിക്കുന്നുണ്ട്, ആ രീതിയിൽ തോന്നുകയാണെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് നിർത്തി വെക്കുക ഒരാഴ്ചത്തേക്ക്, ഏതെങ്കിലും ഒന്ന്. അങ്ങനെ ഒന്ന് വർക്കൗട്ട് ആണില്ലെങ്കിൽ അടുത്തത് എന്താണ് നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നത് അത് നിർത്തിവെക്കുക. പിന്നെ ഉള്ളതാണ് എന്തെങ്കിലും പെർഫ്യൂംസ്, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. അതുപോലത്തെ എന്തെങ്കിലും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന പോലെ തന്നെയാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും സ്കിൻ അത് ആഗിരണം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലോട്ട് അത് എത്തുന്നുണ്ട്. ഈ അടുത്തൊരു ന്യൂസ് കേട്ടിരുന്നു, മലപ്പുറം ജില്ലയിലാണ് സംഭവിച്ചത്. വെളുക്കാൻ തേച്ച ക്രീം ഉപയോഗിച്ചിട്ട് കിഡ്നി പോയൊരു ന്യൂസ് നിങ്ങൾ കേട്ടിരുന്നോ? അപ്പൊ നമ്മൾ പുറത്ത് തേക്കുന്ന സാധനം എങ്ങനെ നമ്മളെ കിഡ്നി പോകാൻ കാരണമാവുക? അതത്രയും നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നുണ്ട് എന്നല്ല അതിന്റെ മീനിങ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ബോഡി സ്പ്രേ ആയിട്ടോ റൂം സ്പ്രേ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യണം. എന്തെങ്കിലും ആ രീതിയിലുള്ള കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് കേൾക്കണമെന്നുണ്ടോ? ഓക്കെ മാം, താങ്ക് യു. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അലർജൻ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ പറഞ്ഞ ആള് ടൂത്ത് പേസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഏത് ടൂത്ത് പേസ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് മാറ്റി നോക്കണം. നമ്മുടെ ടൈം ഈസ് ഓവർ. നമുക്ക് എന്താ പറഞ്ഞേ? കേട്ടില്ല. പറഞ്ഞിട്ട് ഉടനെ അതില് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ചോദിക്കാം. അപ്പൊ ഡോക്ടേഴ്സിന് സമീക മാമിന്റെ ഇപ്പൊ മാം പറഞ്ഞു, ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൊടുത്തു. എന്തായാലും ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി നമുക്ക് ക്ലാസ്സുകൾ നൽകുകയും അത് കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോബിന്റെ പ്രത്യേകം താങ്ക്സ് പറയുന്നു. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. ബൈ.